നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലെത്തുമ്പോൾ വിവാദങ്ങളും ശക്തമാകുന്നു. LDF, UDF മുന്നണികൾക്കുള്ള PDP ജമാഅത്തെ ഇസ്ലാമി പിന്തുണയാണ് പുതിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ കക്ഷിയായ വെൽഫെയർ പാർട്ടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചത്. എന്നാൽ പിന്തുണ സ്വീകരിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മറുപടി. CPIMന് പിന്തുണ നൽകിയപ്പോൾ ജമാഅത്തെ ഇസ്ലാമി മതേതരവാദിയായിരുന്നുവെന്നും UDFനെ പിന്തുണച്ചപ്പോൾ വർഗീയവാദിയായെന്നും VD സതീശൻ പ്രതികരിച്ചു. ഞാൻ മത്സരിച്ച 6 തെരഞ്ഞെടുപ്പിലും ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി പിന്നീടുണ്ടാണ് എനിക്കെതിരെ. കാരണം എന്താ, അവർ LDF സ്ഥാനാർത്ഥിയുടെ കൂടെയായിരുന്നു. അവർ 2019 ശേഷമാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് ഭരണം, വർഗീയതയെ തോൽപ്പിക്കുക എന്നുള്ള സ്റ്റാൻഡ് എടുത്ത് ഞങ്ങൾക്ക് പിന്തുണ നൽകിയത്. അപ്പോൾ AKG സെന്ററിൽ ഇരുന്നപ്പോൾ CPMന് പിന്തുണ കൊടുത്തപ്പോൾ അവർ മതേതരവാദികൾ. ആര് പിന്തുണ പ്രഖ്യാപിച്ചാലും അവരുടെ ബാധ്യതയാണെന്നും അതിന് പിന്നാലെ പോകേണ്ട കാര്യം UDFനില്ലെന്നും PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. UDF മുന്നണിയായിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത്. പുറത്തുനിന്ന് ആര് പിന്തുണ പ്രഖ്യാപിച്ചാലും അത് അവരുടേതായ കാരണത്താലാണ്. അതിന് ഞങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യതയില്ല. ജമാഅത്തെ ഇസ്ലാമിയുമായി CPIMന് യാതൊരു ബന്ധവുമില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ പറഞ്ഞു. മതനിരപേക്ഷതയോടെയാണ് LDF പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് CPIMുമായിട്ട് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള വിഭാഗത്തിൽ യാതൊരു ബന്ധവും. PDP എന്ന് പറയുന്നതും ജമാഅത്തെ ഇസ്ലാമിയും ഒരുപോലെയാ. ഒരു വർഗീയ രാഷ്ട്രം ഉണ്ടാക്കണം എന്ന് പറയുന്ന നിലപാട് സ്വീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും PDPക്കപ്പെട്ട ഒരു വിഭാഗം എന്ന രീതിയിൽ നമ്മൾ എല്ലാവർക്കും അറിയുന്നതാണ് PDPയിൽ ഇന്നത്തെ അവസ്ഥ. UDF വർഗീയ ശക്തികളെ ചേർത്തു പിടിക്കുകയാണെന്ന് LDF കൺവീനർ തുറന്നടിച്ചു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ജമാഅത്തെ ഇസ്ലാമിയും SDPIയും UDFന്റെ പക്ഷത്തായിരുന്നുവെന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും ജമാഅത്തും SDPIയും UDFന്റെ പക്ഷത്താണ്. അത് പരസ്യമായി അവർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അതിന്റെ ആദ്യത്തെ ആഹ്ലാദ പ്രകടനത്തിന് നേതൃത്വം നൽകിയത് SDPI ആണ്. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള UDF കൂട്ടുകെട്ട് മതനിരപേക്ഷ കേരളത്തോടുള്ള വഞ്ചനയാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസും ആരോപിച്ചു. മതധ്രുവീകരണം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് UDF നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. UDFൽ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന മതനിരപേക്ഷ മനസ്സുള്ളവർ പോലും അംഗീകരിക്കുന്ന നിലപാടല്ല. കേവലം അധികാര കൊതിയുടെ ഭാഗമായി UDF എടുത്തിട്ടുള്ള ഈ തീരുമാനം BJPയിലെ ഒരു വിഭാഗവുമായുള്ള ധാരണയുടെ ഭാഗമായി ഇത്തരം മതവർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാനുള്ള പ്രചരണങ്ങൾക്കും ശക്തി പകരാൻ, BJP പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന പണിയാണ് UDF നേതൃത്വം കൈക്കൊണ്ടിട്ടുള്ളത്. അതിനിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇടതു വലതു മുന്നണികൾ വർഗീയ കാർഡ് ഇറക്കുന്നുവെന്ന ആരോപണവുമായി NDAയും രംഗത്തെത്തി. ഇരു മുന്നണികളുടെയും നിലപാട് കേരളത്തിന്റെ മതേതര സ്വഭാവത്തിന് കളങ്കമുണ്ടാക്കുമെന്ന് BJP നേതാവ് K സുരേന്ദ്രൻ പറഞ്ഞു. നൂറുകണക്കിന് ആളുകളെ കൊല ചെയ്ത നിരവധി ഭീകരവാദ ആക്രമണ കേസുകളിൽ പ്രതിയായിട്ടുള്ള ISSന്റെ സംഘടന PDP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് അവർ സഖ്യത്തിലാണ്. ഗോവിന്ദൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയോളം അപകടകാരിയല്ല PDP എന്നാണ്. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് മുന്നണികൾ എല്ലാ ആയുധങ്ങളും പ്രയോഗിക്കുമ്പോൾ നിലമ്പൂരിന്റെ പ്രാദേശിക വിഷയങ്ങൾ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നതേയില്ല. വർഗീയ വിഷയങ്ങളാണ് കൂടുതലും ചർച്ചയാകുന്നത്. നിലമ്പൂരിൽ നിന്നും ക്യാമറാമാൻ ജയകുമാറിനൊപ്പം VS അനന്തു, ദൂരദർശൻ ന്യൂസ്.